ഒരുപാട് സ്ട്രിക്റ്റ് ഡയറ്റുകൾ ഫോളോ ചെയ്യൽ ഒരു ഫാഷനായി നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മരണ വാർത്തയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ പോകുന്നത്. വെജിറ്റേറിയൻ ഫുഡ് മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഷാന സാംസനോവ എന്ന ഒരു റഷ്യൻ യൂട്യൂബറുടെ മരണ വാർത്ത. പോഷകാഹാരം ലഭിക്കാതെ കഴിഞ്ഞ ദിവസമാണ് മലേഷ്യയിൽ വെച്ചാണെന്ന് തോന്നുന്നു ആ ഒരു പെൺകുട്ടി 39 വയസ്സായ ഒരു സ്ത്രീ മരണപ്പെടുന്നത്. ഇതുപോലെ കഴിഞ്ഞ വർഷം തന്നെ ഇതുപോലെ ഒരു വേഗൻ ഡയറ്റ്, പ്യുവർ വെജിറ്റേറിയൻ ഡയറ്റ്, റോ വെജിറ്റബിൾസ് മാത്രം ഉപയോഗിക്കുന്ന, പാചകം ചെയ്ത് പോലും ഉപയോഗിക്കാതെ നേച്ചുറലായിട്ട് അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് കഴിക്കുന്ന മറ്റൊരമ്മ കഴിഞ്ഞ വർഷം അവരുടെ കൊച്ചുകുട്ടിക്ക് 10 വയസ്സായ ഒരു കുട്ടിക്കും ഇതേ ഡയറ്റ് കമ്പൽ ചെയ്ത് കൊടുക്കുകയും അവസാനം ആ കുട്ടി പോഷകാഹാരം ലഭിക്കാതെ മരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായി. അവസാനം ആ അമ്മയെ ഒരു കൊലക്കുറ്റത്തിന് കാലിഫോർണിയയിലാണെന്ന് തോന്നുന്നു ജയിലിൽ അടക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഇത്ര സ്ട്രിക്റ്റ് ഡയറ്റുകൾ ഫോളോ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന മൈൻഡ് സെറ്റും അതുകൊണ്ടുണ്ടാകുന്ന അപകടാവസ്ഥകളും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഷാന സാംസനോവ 10 വർഷമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വേഗൻ ഡയറ്റ്, വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുകയാണ്. കഴിഞ്ഞ ശ്രീലങ്കയിൽ കുറെ ദിവസമായിട്ട് അവർ ട്രീറ്റ്മെന്റിലായിരുന്നു. പോഷകാഹാരത്തിന്റെ കുറവ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. ഇതിനു മുമ്പ് തന്നെ പല തവണകളായിട്ട് അവർ തലകറങ്ങി വീഴുകയും അവരെ തടി വല്ലാതെ അങ്ങോട്ട് കുറഞ്ഞ് എല്ലും തോലും ആവുന്ന ഒരു അവസ്ഥയിൽ എത്തുകയും അതിന്നിട്ട് പോലും ആ ഒരു ഈ ഡയറ്റ് അല്ലാതെ മറ്റൊന്നും കഴിക്കില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ മാറാൻ പോലും അവർ തയ്യാറാവാത്ത അത്രയും ഉറച്ചൊരു സ്ട്രിക്റ്റ് ഡയറ്റ് ആൻഡ് ഓൾസോ ഒരു സ്ട്രിക്റ്റ് ബിലീഫ് അവരുടെ തലയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ പ്രശ്നം? ഇത് നമ്മൾ പലർക്കും ഇതേ പ്രശ്നങ്ങളില്ല. വേഗൻ ഡയറ്റ് മാത്രമായിട്ടല്ല ഞാൻ പറഞ്ഞത്. പാലിയോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവര്, പ്രത്യേകിച്ച് കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരിലൊക്കെ തന്നെ ഈ ഒരു സ്ട്രിക്റ്റ് മനോഭാവം ഒരുപാടുണ്ട് എന്ന് വേണം പറയാൻ. ഈ സ്ട്രിക്റ്റ് മനോഭാവത്തിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ ഒരു ഷാന സാംസനോവയിൽ ഉണ്ടായത്. നമ്മുടെ നാടുകളിൽ ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് കൂടി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. സൈക്കാട്രിയിലെ DSM-5 കാറ്റഗറിയിൽ ഒരുപാട് ഈറ്റിംഗ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ബുളീമിയ നെർവോസ, അനറെക്സിയ നെർവോസ തുടങ്ങിയ അസുഖങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ. പക്ഷെ അതിൽ പ്രതിപാദിക്കാത്തതും എന്നാൽ ഇന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള മറ്റൊരു ഈറ്റിംഗ് ഡിസോർഡറാണ് ഓർത്തോറെക്സിയ നെർവോസ. ഇതിന്റെ ഒരു പ്രശ്നം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഞാൻ വിശ്വസിക്കുകയാണ് ഈ വേഗൻ ഡയറ്റ് വളരെ ആരോഗ്യത്തിന് ഉപകാരപ്രദമാണ്. ആദ്യം ഞാൻ ഈ വേഗൻ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യും. ഒരു പച്ചക്കറികൾ മാത്രം അങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഫോളോ ചെയ്യും. പിന്നെ എനിക്ക് ചില മൾട്ടി വൈറ്റമിൻസിന്റെയും മറ്റു പലതിന്റെയും ഡെഫിഷ്യൻസി ഇതിൽ നിന്ന് ലഭിക്കാത്തതുണ്ട് എന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ അത് പോലും അതിനുവേണ്ടി ചെറിയ കസ്റ്റമൈസ് പോലും ചെയ്യാൻ തയ്യാറാവാതെ ഇതേ ഡയറ്റിൽ അങ്ങനെ ഫോളോ ചെയ്തു പോവാം. അതിൽ നിന്നൊരു ഡൈവേഷനോ ഒരു ചെറിയൊരു മാറ്റത്തിനോ പോലും തയ്യാറാവാതെ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന അത്രയും ഒരു മാനസിക ആരോഗ്യമായിട്ട് ഇത് പരിവർത്തനം ചെയ്യുന്ന ഒരവസ്ഥ കീറ്റോ ഡയറ്റുകാർക്കും നമുക്കിത് കാണാറുണ്ട്. പക്ഷെ പിന്നെയൊക്കെ പലപ്പോഴും അത് അങ്ങനെ ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് അവസാനം മാറ്റിയ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ശരീരത്തിൽ നമുക്ക് ഓരോ മൈക്രോ ന്യൂട്രിയൻസ്, മാക്രോ ന്യൂട്രിയൻസ്, പിന്നീട് മിനറൽസ്, വൈറ്റമിൻസ് എല്ലാം തന്നെ അതിൻ്റെതായ ഒരു ലെവലിൽ കിട്ടേണ്ടതുണ്ട്. ചിലത് നമുക്ക് കൊഴുപ്പുള്ള ഭക്ഷണത്തിൽ നിന്ന് മാത്രം കിട്ടുന്നതുണ്ട്, ചിലത് നമുക്ക് മറ്റു സസ്യാഹാരങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെതായ റേഷ്യോയിൽ നമ്മുടെ ശരീരത്തിന് കിട്ടുമ്പോഴേ നമ്മുടെ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിൽക്കുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താണ് ഓർത്തോറെക്സിയ നെർവോസ? ഇപ്പൊ വൃത്തിയുള്ള ഒരു ഭക്ഷണം, ആരോഗ്യത്തിലുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ തന്നെ ചിന്തിക്കുക, ഇതേ ഭക്ഷണം കഴിച്ചാലേ അതിന് ഭക്ഷണത്തിൽ വൃത്തി ഉണ്ടാവുള്ളൂ. അതിനെക്കുറിച്ച് ഇങ്ങനെ ആവലാതിപ്പെടുക, വേവലാതിപ്പെടുക, എന്നിട്ട് അത് തന്നെ കിട്ടണം എന്നുള്ളൊരു അത് കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴേക്ക് ആകെ ഉത്കണ്ഠയും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവുക. അത് പിന്നീട് ഒരു അസ്വസ്ഥതകളായിട്ട് മാറുന്ന ഒരവസ്ഥ. ഇതാണ് ഓർത്തോറെക്സിയ നെർവോസ. നോർമലായിട്ട് ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നത്, നമുക്ക് ന്യൂട്രീഷ്യസ് ഉള്ള ഭക്ഷണം തന്നെ നമ്മൾ സെലക്ട് ചെയ്യും. ചിലതിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ, ഇപ്പൊ ഒരു പ്രോട്ടീന്റെ കുറവുണ്ടെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതിൽ കസ്റ്റമൈസബിൾ ആയിട്ട് നമ്മൾ ചെയ്യും. പക്ഷെ ഈ ഓർത്തോറെക്സിയ നെർവോസ ഉള്ള ആൾക്കാർ എന്താണെന്നറിയോ, അതിന് തയ്യാറാവൂല. അവർ ഫിക്സഡ് ആയിട്ട് അവർ ചിന്തിക്കാണ് ഈ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ
അത് ശരിയാവുള്ളൂ എന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മരിച്ചുപോയ ആ ഒരു യൂട്യൂബർ എങ്ങനെയായിരുന്നു? അവര് വേജൻ ഡയറ്റ് അല്ലാതെ, വെജിറ്റേറിയൻ ഡയറ്റ് അല്ലാതെ മറ്റൊന്നും പറ്റില്ല, അതും വേവിച്ചതും പറ്റില്ല, റോ ആയിട്ടുള്ളത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അത്തരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അവരത് കാണാനും പറ്റും. ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം ഉണ്ടാവുകയും അതിൽ എന്താ പറയുക, ഒരു വളരെ അതിന് അപ്പുറം ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലും അത് അസ്വസ്ഥതയായിട്ട് മാറുകയും ചെയ്ത് അവസാനം മറ്റു വൈറ്റമിൻസ് ഒന്നും കിട്ടാതെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി വന്നിട്ടാണ് അവർ മരിച്ചു പോകുന്നത്. നമ്മൾക്ക് ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഒഴിവാക്കാറുണ്ട് അല്ലെ. ഇപ്പൊ പ്രമേഹ രോഗികൾ ഷുഗറുള്ള ഭക്ഷണം ഒഴിവാക്കാറുണ്ട്. പക്ഷെ ഈ ഓർത്തോറെക്സിയ നെർവോസ ഉള്ള ആൾക്കാർ അവരോട് ഇന്ന ഭക്ഷണം ഒഴിവാക്ക് എന്ന് പറഞ്ഞാലും അവർ ഒഴിവാക്കൂല. പ്രത്യേകിച്ച് ചില ഗ്രൂപ്പ് ഭക്ഷണങ്ങളൊന്നും അവർക്ക് കഴിക്കേണ്ട ആവശ്യം വന്നാൽ പോലും അവർ കഴിക്കാൻ തയ്യാറാവില്ല. ഈ ഓർത്തോറെക്സിയ നെർവോസ ഉള്ള ആൾക്കാരുടെ ഐഡന്റിറ്റി തന്നെ അവരുടെ ആ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പൊ ഈ ഒരു പെൺകുട്ടിയുടെ ഐഡന്റിറ്റി എന്തായിരുന്നു? നല്ലൊരു സ്ട്രിക്റ്റ് വേഗൻ ഡയറ്റ്, വെജിറ്റേറിയൻ ഡയറ്റ്, അതിന്റെ ഒരു അംബാസിഡർ പോലെയാണ് അവർ കണ്ടത്, അതിന്റെ പ്രൊമോട്ടറായിട്ട്. അങ്ങനെ അത് അവരുടെ ഐഡന്റിറ്റി ആയിരിക്കും. ഇപ്പൊ നമ്മളെ സമയത്തോളം നമുക്ക് പല ഐഡന്റിറ്റി ഉണ്ടാവും അല്ലെ, പക്ഷെ അവർക്ക് അങ്ങനെയായിരിക്കും. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റ് അത് എത്ര വണ്ണം കുറക്കാൻ വേണ്ടിയും മറ്റുമാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായി ബാധിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടെടുക്കുക, അല്ലെ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും, നല്ല ഫാറ്റും എല്ലാം ഒരു സമീകൃത ആഹാരത്തിന്റെ രൂപത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പാക്കാം. മനസ്സിലായില്ലേ? വെജിറ്റേറിയൻ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുന്നവർക്കും വെജിറ്റേറിയനിൽ തന്നെ കസ്റ്റമൈസബിൾ ആയിട്ടുള്ള പല രീതികളും ഉണ്ടാവും, അത് ഫോളോ ചെയ്യാൻ തയ്യാറാക്കുക. സ്ട്രിക്റ്റ് വേജൻ ഡയറ്റ് എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ലിബറൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധകൾ ഉണ്ടാവുക. നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണെങ്കിലും അതിലും അമിതമാവാത്ത രീതിയിൽ നിങ്ങൾക്ക് സമീകൃതമായ രീതിയിലൊരു ഭക്ഷണം ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആയിരിക്കണം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുപോലെ ഓർത്തോറെക്സിയ നെർവോസ പോലത്തെ അപകടങ്ങളിൽപ്പെട്ട് നമ്മുടെ ജീവനും പോകുന്ന അവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ അനറെക്സിയ നെർവോസ അത് മറ്റൊരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്, സൈക്കാട്രി തന്നെ മെൻഷൻ ചെയ്തതാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് നിങ്ങളോട് ചർച്ച ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.